എന്താ എന്താ എന്താണ്? ഞാൻ കണ്ടില്ലെന്നാ വിചാരം. അവിടെ എന്താ പുറത്ത്? എന്ത് പുറത്തെന്ത്? ഞാൻ കണ്ടായിരുന്നു. ചുമ്മാ പോയേടി, വെറുതെ മനുഷ്യന് മെനക്കെടുത്താനായിട്ട്. അയ്യോ, ഞാൻ പോയേക്കാവേ. ശരി ശരി, നിനക്ക് വേറെ വർക്കൊന്നുമില്ലേ? പറയും പോലെ എനിക്ക് വർക്കുണ്ട്. പിന്നെ നിന്നോട് അവിടെ മീറ്റിങ്ങിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലാസ്റ്റത്തെ വർക്കില്ലേ, അതിന്റെ ഡോക്യുമെന്റ്സും കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നീ ഇപ്പോഴാ പറയുന്നത്? ഇന്ന് എനിക്ക് നല്ലപോലെ ചീത്ത കിട്ടുമായിരിക്കും. എന്നാ ശരി മോളെ, ഡോക്യുമെന്റും കൊണ്ട് പോയിക്കോ. ബൈ. എടോ, തന്നോട് ഞാൻ പറഞ്ഞില്ലേ ഡോക്യുമെന്റ് കൊണ്ടുവന്നിട്ട് എന്റെ മേശപ്പുറത്ത് വെക്കണമെന്ന്? എവിടെ ഡോക്യുമെന്റ്? എവിടെ? അയ്യോ സർ, അത് ഡോക്യുമെന്റ് ശ്രീലക്ഷ്മിയുടെ കയ്യിലാ. അവൾ വരാൻ ഇച്ചിരി ലേറ്റ് ആവുമെന്ന് പറഞ്ഞതുകൊണ്ട് അവൾ ഇതുവരെ എത്തിയില്ല സർ. എടോ, തന്റെ കയ്യിൽ ഫോണില്ലേ? അവളോട് വിളിച്ച് ചോദിച്ചാ പോരെ? അവളോട് സോഫ്റ്റ് കോപ്പി അയക്കാൻ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. എക്സ്ക്യൂസ് മീ സർ. യെസ്, കമീൻ. എടോ, മീറ്റിംഗ് തുടങ്ങിയിട്ട് എത്ര സമയമായി? കറക്റ്റ് ടൈമിന് നിനക്ക് എത്താൻ പറ്റില്ലേ? സോറി സർ, അത് പിന്നെ ഞാൻ നാട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് വരാൻ ഇത്തിരി വൈകി പോയി. അതൊരു എക്സ്ക്യൂസ് ആണോ? ഡോക്യുമെന്റ് ഇവിടെ ആരെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചു പോയാൽ മതിയായിരുന്നല്ലോ. സോറി സർ, ഇനി ആവർത്തിക്കില്ല. പിന്നെ ഞാൻ ഈ മീറ്റിംഗ് വിളിച്ചത് എന്തിനാന്ന് പറഞ്ഞാല്, ഈ പ്രോജക്റ്റ് നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒരു പ്രശ്നം പോലും ഈ പ്രോജക്റ്റിന് വരാൻ പാടില്ല. മിസ്റ്റർ മാത്തു, താങ്കളുടെ ഭാഗത്തൊരു പ്രശ്നമൊന്നുമില്ലല്ലോ? എല്ലാം ഓക്കെ അല്ലേ? യെസ് സർ, എല്ലാം ഓക്കെ ആണ് സർ, ഒരു കുഴപ്പമില്ല. മിസ്റ്റർ കേശവ്, താൻ എല്ലാ ദിവസവും സൈറ്റ് വിസിറ്റ് ചെയ്യണം കേട്ടോ. അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് എല്ലാം നീ വേണം ചെക്ക് ചെയ്യാൻ. ഓക്കെ സർ, ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ സർ. പിന്നെ ശ്രീലക്ഷ്മി, താൻ വേണം മെറ്റീരിയൽസ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കുഴപ്പം ഉണ്ടാവാൻ പാടില്ല. മെറ്റീരിയൽസ് എല്ലാം പക്ക നല്ലതായിരിക്കണം. ഓക്കെ സർ, ഞാൻ ചെക്ക് ചെയ്തോളാം. ഇനി ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞോളും. ഇല്ല സർ, ഒരു സജഷനും ഇല്ല. നമ്മൾ മുമ്പേ ചർച്ച ചെയ്തതാണല്ലോ ഇത്, ഒരു കുഴപ്പമില്ല. ഓക്കെ, എങ്കിൽ മീറ്റിംഗ് ഡിസ്പേഴ്സ്, എല്ലാവരും പോയിക്കോളൂ. ഓക്കെ സർ. എടോ, താൻ എന്നോട് വരാൻ പറഞ്ഞിട്ട് താനിത് എവിടെ പോയി കിടക്കുമായിരുന്നു? ഞാൻ തന്നോട് നേരത്തെ അല്ലേ വരാൻ പറഞ്ഞത്? എന്നിട്ട് ഞാൻ തന്നെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അങ്ങ് പോയി. അത് പിന്നെ ഇല്ലേ, ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാനത് മറന്നു പോയി തന്നോട് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അല്ല, നീ എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത്? എന്താ കാര്യം? എടോ, അത് പിന്നെ ഇല്ലേ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ജോലി സംബന്ധമായിട്ട് എനിക്കൊന്ന് പുറത്തു പോകണം. ഇതെന്താ പെട്ടെന്നൊരു പുറത്തു പോക്ക്? അത് പെട്ടെന്നാ തീരുമാനിച്ചത്. അപ്പോൾ തീരുമാനിച്ചപ്പോൾ തന്നെ നിന്നെ വിളിച്ച് കാര്യം പറയാന്ന് വിചാരിച്ചത്. അല്ല, എന്താ കാര്യം? എത്ര ദിവസത്തേക്കാ? ഒരു 2 ദിവസത്തെ കാര്യമേ ഉള്ളൂ. കാര്യം ഞാൻ വന്നിട്ട് പറയാം തന്നോട്. ഓക്കെ? അതെന്താടാ? എൻ്റെ ഫോണിന്റെ റിംഗ് ടോൺ ഞാൻ ചേഞ്ച് ആക്കി. പുതിയ റിംഗ് ടോൺ. എങ്ങനെയുണ്ട്? മെസ്സേജ് വരുന്നത് പോലെ ഉണ്ട്. ആരാ നോക്കിയേ? ഹലോ. ഹലോ, ഇത് അർജുൻ അല്ലേ? അതെ, അർജുനാണ്. ഇതാരാ? മനസ്സിലായില്ലല്ലോ. ഹലോ അർജുൻ, ഇത് ഞാൻ. എനിക്കെന്നെ ഓർമ്മയില്ലേ? എനിക്ക് സംസാരം കേട്ടിട്ട് ആരാന്നറിയില്ല. പേര് പറഞ്ഞാല് ചിലപ്പോ ഓക്കെ ആയിരുന്നു. ചിലപ്പോ പേര് കേട്ടാലും തനിക്കെന്നെ അറിയില്ലായിരിക്കും. ഞാൻ ടീന. ചെന്നൈയില് തന്റെ ചേച്ചിക്ക് ഞാനന്ന് ബ്ലഡ് കൊടുത്തായിരുന്നില്ലേ? താൻ ഓർക്കുന്നുണ്ടോ? പെട്ടെന്ന് ആക്സിഡന്റ് പറ്റിയപ്പോ. ടീന, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? സുഖാണ് അർജുൻ. അർജുന് സുഖല്ലേ? സോറി അർജുൻ, ഞാൻ തന്നോടന്ന് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എനിക്കന്ന് വരാൻ പറ്റിയില്ല. ഐ എം വെരി സോറി അർജുൻ. അത് സാരമില്ല, ഓക്കെ, പ്രശ്നമില്ല. അത് അന്നല്ലേ തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവും, ഞാൻ അപ്പൊ തന്നെ ഊഹിച്ചായിരുന്നു. ഇറ്റ്സ് ഓക്കെ. താനിപ്പോ എവിടെയാണുള്ളത്? ഞാന് ജോലിയുടെ ഭാഗമായിട്ട് ഇപ്പൊ കൊച്ചിയിലാണുള്ളത്. നീ ഇപ്പൊ എവിടെയാ? അത് ശരി, കൊച്ചിയിലാണോ? ഞാനും കൊച്ചിയിൽ തന്നെയാ. ഓക്കെ, എന്നാ നമുക്ക് ഒരു ദിവസം മീറ്റ് ചെയ്യാം. ഓക്കെ, ശരി. എനിക്കിപ്പോ ഇത്തിരി തിരക്കണ്ടേ, ഞാൻ വെക്കട്ടെ. ഓക്കെ അർജുൻ. എടാ അർജുൻ, തനിക്ക് എന്ത് പറ്റിയടാ? എടാ ഒന്നുമില്ലടാ. തനിക്ക് പോകണമെന്ന് പറഞ്ഞതല്ലേ, താൻ പോയിക്കോ, ഞാൻ പിന്നെ വരാം. ശരി എന്നാ, ഞാൻ പോട്ടെ. ഓക്കേടാ.